സ്നേഹസംഗമം കമ്മിറ്റി ഗ്രൂപ്പ് ഒരുക്കുന്ന എൻ്റെ വിദ്യാലയം എന്ന ഓർമ്മക്കുറിപ്പ്. എൻ്റെ പേര് ക്ലാര ജോസഫ്. ഞങ്ങൾ 7 മക്കളിൽ 6ാമത്തെ ആളാണ് ഞാൻ. എനിക്ക് 4 വയസ്സുള്ളപ്പോഴാണ് പനി ബാധിച്ച് തളർന്നത്. സ്കൂൾ വിദ്യാഭ്യാസത്തിന് പോകാൻ കഴിഞ്ഞിട്ടില്ല. അത് കാരണം എൻ്റെ ചേച്ചിമാരും അനിയനും സ്കൂളിൽ പോകുമ്പോൾ എനിക്ക് വളരെയധികം കൊതിയാകാറുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ വല്യമ്മച്ചിയോട് ഞാൻ പറയും, എല്ലാവരും സ്കൂളിൽ പോകുമ്പോൾ എനിക്കെന്താ അമ്മച്ചി പോകാൻ കഴിയാത്തതെന്ന് പറയുമായിരുന്നു. ഒരിക്കൽ മോളും സ്കൂളിൽ പോകും, പഠിക്കാമെന്ന് പറയുമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കോഴിക്കോട് ജില്ലയിൽ പെരുവണ്ണാമൂഴിയിൽ എന്നെ ആയുർവേദ ചികിത്സയ്ക്ക് കൊണ്ടുപോകുവാൻ ഇടയായത്. അവിടുന്ന് ഒരു ചേച്ചി മുഖാന്തരം ട്യൂഷൻ എടുത്ത് പഠിക്കാൻ കഴിഞ്ഞു. അങ്ങനെ കുറേ നാൾ അവിടെ നിന്ന് ട്യൂഷൻ പഠിച്ച് കഴിഞ്ഞ് തിരിച്ച് എൻ്റെ സ്വന്തം നാടായ പരപ്പയിലേക്ക് വരുവാൻ ഇടയായി. അപ്പോൾ അവിടുന്ന് ട്യൂഷൻ എടുക്കാൻ നോക്കിയിട്ട് ആരെയും കിട്ടിയില്ല. പിന്നീട് എൻ്റെ വിദ്യാഭ്യാസം ഒന്നുമല്ലാതായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സർക്കാർ തുടർന്ന് വിദ്യാഭ്യാസമില്ലാത്തവർക്ക് പഠിപ്പിക്കാൻ തുല്യതാ ക്ലാസ് ആരംഭിക്കുന്നത് അറിഞ്ഞത്. അങ്ങനെ തുടർന്ന് ഞാൻ പഠിക്കാൻ ആഗ്രഹിച്ച് അങ്ങനെ ഒരു അപേക്ഷ കൊടുത്ത് 4ാം ക്ലാസ് വീട്ടിൽ പരീക്ഷ എഴുതിച്ചു. അങ്ങനെ 4ാം ക്ലാസ് പാസ്സായതിന് ശേഷം 7ാം ക്ലാസ് വിദ്യാഭ്യാസത്തിന് അവർ ബുക്കൊക്കെ കൊണ്ടുത്തന്ന് വീട്ടിൽ പഠിപ്പിച്ച് പിന്നീട് പരീക്ഷ എഴുതിയ ശേഷം തുടർന്ന് 10ാം ക്ലാസ്സിലേക്ക് പോകാനുള്ള ചാൻസ് കിട്ടി. അങ്ങനെ എല്ലാ ഞായറാഴ്ചകളിലും ക്ലാസ് ഉണ്ട്. രാവിലെ ആങ്ങളയും കൊണ്ടുവിടും. ആങ്ങള കൊണ്ടുവിടാൻ പറ്റിയില്ലെങ്കിൽ മൂത്ത ആങ്ങളുടെ മകൻ കൊണ്ടുവിടുമായിരുന്നു ഓട്ടോറിക്ഷ വിളിച്ച്. അല്ലെങ്കിൽ മൂത്ത ചേച്ചിയായിരുന്നു കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ 44 ഞായറാഴ്ചകളിൽ തുടർച്ചയായി ക്ലാസ്സിൽ പോയി ഞാൻ പഠിച്ചു. അങ്ങനെയാണ് സ്കൂളിൻ്റെ ഓർമ്മകൾ എൻ്റെ മനസ്സിൽ പതിയുന്നത്. അങ്ങനെ പഠിക്കാൻ 35 പേരുണ്ടായിരുന്നു. അതിൽ ഭിന്നശേഷിയായ ആൾ മാത്രം ഞാനായിരുന്നു. മറ്റെല്ലാവരും എന്നെ നല്ലവണ്ണം സഹായിക്കാൻ ഇടയായി. എനിക്ക് എല്ലാവരെ പോലെ സ്പീഡിൽ പേന പിടിച്ചെഴുതാൻ കഴിയാതായതിനാൽ മാഷ് പറയുമായിരുന്നു, എല്ലാവരും ക്ലാരയ്ക്ക് നോട്ട് കൊടുക്കണം, അവൾ എഴുതിയിട്ട് നിങ്ങൾ എടുത്താൽ മതി എന്ന് പറയുമായിരുന്നു. അങ്ങനെ സ്കൂളിൽ നിന്ന് എല്ലാവരുടെയും സപ്പോർട്ട് കിട്ടി പഠിച്ചു പരീക്ഷ എഴുതാനും കഴിഞ്ഞു. തുടർന്ന് എല്ലാ ക്ലാസ്സുകളിലും പോയി ലാബ് പരീക്ഷയ്ക്കും കൊണ്ടുപോകാൻ എല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാവരുടെയും നല്ല സപ്പോർട്ടോടുകൂടി ഞാൻ പഠിച്ചു. പരീക്ഷാ സമയത്ത് എല്ലാ ദിവസവും ചേച്ചിയുടെ വീട്ടിൽ നിന്നാണ് പരീക്ഷയ്ക്ക് പോയത്. പരീക്ഷയ്ക്ക് പോയിക്കൊണ്ടിരുന്ന ഒരു ദിവസം എനിക്ക് സ്കൂൾ പരീക്ഷയ്ക്ക് പോകാൻ കഴിയാതെയായി. അപ്പോൾ എനിക്ക് വലിയ വിഷമമായപ്പോൾ സ്കൂൾ അധികൃതർ ഫോൺ വിളിച്ച് അന്വേഷിച്ചു. എന്താ പരീക്ഷയുടെ സമയമാകാനായിട്ടും എന്താ ക്ലാരേനെ കാണാത്തതെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, വണ്ടി കിട്ടിയിട്ടില്ല, അത് കാരണം വരാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, സ്കൂൾ വണ്ടി വിടുന്നുണ്ട്, അതിന് വന്ന് പരീക്ഷ എഴുതണമെന്ന് പറഞ്ഞ് സ്കൂളിൽ നിന്ന് വണ്ടി വന്നിട്ടാണ് എന്നെ കൊണ്ടുപോയി പരീക്ഷ എഴുതിച്ചത്. 35 പേര് പരീക്ഷ എഴുതിയിട്ടും 34 പേരും നല്ല മാർക്കോടുകൂടി പാസ്സായി. എനിക്ക് നല്ല മാർക്കുകൾ കിട്ടി. അപ്പോൾ 2ാം നിലയിലായിരുന്നു എല്ലാ പരീക്ഷയും ഉണ്ടായിരുന്നത്. എന്നെ 2ാം നിലയിൽ കൊണ്ടാകാൻ കഴിയാത്തതിൻ്റെ പേരിൽ ഹെഡ് മാഷിൻ്റെ നിർബന്ധപ്രകാരം ഹെഡ് മാഷിൻ്റെ റൂമിൻ്റെ അടുത്ത് തന്നെ എനിക്ക് വേറൊരു റൂം തന്നിട്ട് ടീച്ചറിനെ വേറെ തന്നെ നിയമിച്ച് എന്നെ പരീക്ഷ എഴുതിക്കുകയായിരുന്നു ഉണ്ടായിരുന്നത്. എനിക്ക് പരീക്ഷ എഴുതാൻ സ്പീഡ് കുറഞ്ഞതിൻ്റെ പേരിൽ ഹെഡ് മാഷിൻ്റെ നിർബന്ധപ്രകാരം സ്ക്രൈബ് വെച്ച് എഴുതിക്കുകയാണ് ചെയ്തത്. അതും ആ മാഷിൻ്റെ ഒറ്റ നിർബന്ധത്തിലായിരുന്നു. നല്ല രീതിയിൽ മാർക്ക് കിട്ടിയപ്പോൾ എല്ലാവർക്കും നല്ല സന്തോഷമായിരുന്നു. അപ്പോൾ പിന്നീട് +2 ചേരാൻ പറഞ്ഞു. അതിന് ചേർന്ന് കഴിഞ്ഞാൽ എല്ലാ ദിവസവും ക്ലാസ്സിൽ പോകാൻ കഴിയില്ല. വീട്ടിൽ ആരുമില്ലാത്തതിനാൽ എനിക്ക് പോകാൻ പറ്റാത്തതിൽ വളരെയധികം വിഷമമുണ്ടായിരുന്നു.
അപ്പോഴാണ് പിന്നീട് ഞാൻ ചോദിച്ചു, ഓൺലൈനിൽ നിന്ന് പഠിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ അവരെന്നോട് പറഞ്ഞു, ഓൺലൈൻ ക്ലാസ്സുകൾക്ക് പങ്കെടുക്കാനേ പറ്റുമുള്ളൂ. സ്കൂളിൽ വരണം, പ്രോജക്റ്റും അസൈൻമെൻറ്റുകളും ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് അവിടെ നിന്ന് ചെയ്യാനേ പറ്റുമുള്ളൂ, വീട്ടിൽ നിന്ന് ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ പഠിത്തം പൂർണ്ണമായി നിർത്തി. ഇപ്പോഴാണേലും ഞാൻ എല്ലാ കാര്യത്തിനും മുന്നിൽ തന്നെ പഠിക്കണമെന്നുള്ള ആഗ്രഹം ഇതുവരെ വിട്ടിട്ടില്ല. ചെറിയ ചെറിയ കഥയും കവിതയുമായി എഴുതാറുണ്ട്. അങ്ങനെയാണ് ഞാൻ ഗ്രൂപ്പിലെല്ലാം വന്നിട്ട് പങ്കെടുക്കുന്നത്. ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു. പിന്നീട് ഞാൻ ഒഴിഞ്ഞു മാറിയെങ്കിലും ഇപ്പോൾ ഞാൻ വിചാരിച്ചു, എൻ്റെ അനുഭവങ്ങൾ മറ്റുള്ളവരോട് പറയാൻ കിട്ടുന്ന ഒരവസരമല്ലേ, അത് കാരണമാണ് പങ്കെടുക്കുന്നത്. എൻ്റെ ചേച്ചിമാരാണ് എനിക്ക് നല്ല സപ്പോർട്ട് തന്നത്. എൻ്റെ മൂത്ത ചേച്ചിയാണ് എൻ്റെ കാര്യത്തിനെല്ലാം കൂടുതൽ എൻ്റെ കൂടെ സ്കൂളുകളിൽ വന്നിട്ടുണ്ടായിരുന്നത്. അമ്മയ്ക്ക് പ്രായമുള്ളതിൻ്റെ പേരിൽ അമ്മയ്ക്ക് ഒരു കാര്യത്തിലും പങ്കെടുക്കാൻ പറ്റില്ലല്ലോ. അത് കാരണം എല്ലാ കാര്യത്തിലും അമ്മ തന്നെയാണ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിലും കൊണ്ടുപോകാനും എല്ലാ കാര്യത്തിലും ചേച്ചിയാണ് മുന്നിട്ട് നിൽക്കുന്നത്. ഇപ്പോൾ ചേച്ചിക്ക് അങ്ങനെ എടുത്തുകൊണ്ട് പോകാൻ കഴിയാത്തതിൻ്റെ പേരിൽ ഞാൻ സ്വയം പിന്തിരിഞ്ഞ് നിൽക്കുന്നതാണ്. ഇനിയും പഠിക്കാൻ ഒത്തുകിട്ടിയാൽ ഞാൻ പഠിക്കും. എനിക്ക് ഒത്തിരി ആഗ്രഹമുണ്ട് പഠിക്കണമെന്ന്. എന്നാലും പഠനത്തിനെ ഓർക്കുമ്പോൾ ഭയങ്കരമാണ്. സ്കൂൾ കാലഘട്ടമെന്ന് പറഞ്ഞാൽ മറക്കാനും കഴിയാത്ത ഒരു കാലഘട്ടമാണ്. എല്ലാവരും എന്നോടൊപ്പം നല്ല സപ്പോർട്ടായിരുന്നു. ഞാനൊരു ഭിന്നശേഷിക്കാരിയാണെന്ന് ആരും എന്നെ മാറ്റി നിർത്തിയിട്ടില്ല. എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു എനിക്ക് തന്നത്. ഇപ്പോഴും അവരൊക്കെ എന്നെ അന്വേഷിക്കാറുമുണ്ട്, വിളിക്കാറുണ്ട്. പഠിപ്പിച്ച മാഷന്മാരാണേലും നല്ല സപ്പോർട്ടിലാണ്. ഇപ്പോൾ അവരെന്നെ അന്വേഷിക്കുമ്പം ചോദിക്കാറുണ്ട്, ഇനിയും പഠിക്കത്തില്ലേ, എന്താ വീട്ടിലിരുന്നാണേലും പഠിച്ച നിലയിലെത്താമല്ലോ എന്ന് പറഞ്ഞു തരാറുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെയൊരു കാരണത്താലാണ് എനിക്ക് തുടർന്ന് പഠിക്കാൻ കഴിയാത്തത്. അപ്പോൾ പിന്നെ ആഗ്രഹിച്ചിട്ട് സാധിക്കാത്തതിൽ എൻ്റെ വിഷമമുണ്ട്. ഇത്രയും പറഞ്ഞ് ഞാൻ നിർത്തുന്നു എന്ന് സ്വന്തം ക്ലാര ജോസഫ്.